കൊല്ലം അച്ചൻകോവിലിൽ പോഷകാഹാരം നൽകാൻ പണമില്ലാത്തതിനാൽ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം നൽകേണ്ടി വന്നൊരു ആദിവാസി കുടുംബത്തിന്റെ ദുരവസ്ഥയെക്കുറിച്ച് മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നു. മാതൃഭൂമി ന്യൂസിന്റെ ആ വാർത്തയ്ക്ക് പിന്നാലെ ആ കുടുംബത്തിന് തുണയായി ചിലർ എത്തിയിരിക്കുന്നു. കുടുംബത്തിന് സഹായവുമായി എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെയിൻ ഫൗണ്ടേഷൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ജെയിൻ ഫൗണ്ടേഷൻ കുടുംബത്തിന് സ്ഥലവും വീടും നൽകും. ഫൗണ്ടേഷൻ ഭാരവാഹികൾ അച്ചൻകോവിലെത്തി പ്രാരംഭ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അടച്ചുറപ്പുള്ള വീട് ഉടൻ തന്നെ സമ്മാനിക്കുമെന്ന് ഫൗണ്ടേഷൻ ഭാരവാഹികൾ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ് ബിഗ് ഇമ്പാക്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന പിന്നെ അവിടെ വെച്ച് ആരും നമ്മളോട് വിളിച്ച് ചോദിച്ചൊന്നുമില്ല. ഇവിടെ വന്നിട്ട് ഇതുവരെ അവർ വന്ന് അന്വേഷിച്ചില്ല കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് പോലും. ആദിവാസി കുടുംബങ്ങൾക്ക് സർക്കാർ നൽകുന്ന ഭക്ഷണ കിറ്റുകൾ ലഭിച്ചിട്ട് മാസങ്ങളായി. കുഞ്ഞുങ്ങൾക്ക് നൽകാൻ അമ്മയ്ക്ക് മുലപ്പാലില്ല. പകരം നൽകാൻ പോഷകാഹാരങ്ങൾ സർക്കാർ നൽകുന്നില്ല. മുലപ്പാലില്ലാത്ത മൂലം സ്വന്തം ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ചൂടുവെള്ളം കൊടുക്കേണ്ടി വന്ന ഒരു അമ്മയുടെ കഥ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തതാണ്. മന്ത്രിതലത്തിലടക്കം ആ വിഷയം ഇടപെടുകയും അവിടുത്തെ ട്രൈബൽ പ്രൊമോട്ടറിനെതിരെ നടപടി ഉണ്ടാക്കുകയും തന്നെ ചെയ്തതാണ്. ആ വാർത്തയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള വർത്തമാനം പറയാനാണ് നിങ്ങൾക്ക് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെയിൻ ഫൗണ്ടേഷൻ അതിന്റെ ഹോം ഫൗണ്ടേഷന്റെ ആൾക്കാരാണ്. അവർ ഈ കുടുംബത്തിന് ഒരു വീട് വാങ്ങി നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് അച്ചൻകോവിൽ തന്നെ ഒരു വീട് വാങ്ങി നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും വലിയ സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ നല്ല മനസ്സിന്. നമ്മൾ മൊത്തം മലയാളികൾ ആർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ എല്ലാവരും പരസ്പരം സഹകരിച്ച് സഹായിച്ചിട്ട് അവരെ കൈപ്പിടിച്ച് ഉണർത്താറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരു അമ്മക്ക് ഇങ്ങനത്തെ ഒരു പോഷകാഹാരം കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്ന സ്ഥിതിക്ക് ഉടനെ നമ്മൾ മാതൃഭൂമിയുടെ വാർത്ത കണ്ടിട്ട് അവരെ ആശുപത്രി സന്ദർശിച്ചിട്ട് തത്കാലം ഒരു പോഷകാഹാരത്തിന് 25,000 ഫലവർഗ്ഗങ്ങൾ കൊടുക്കും. മിനിസ്റ്റർ ഉണ്ടായിരുന്നു അവിടെ. അവർക്കിപ്പോൾ ഈ പോഷകാഹാരം കൊണ്ട് കുറവ് കൊണ്ട് അവർക്ക് ഒരു വർഷം വരെ ജോലിക്കും പോകാൻ പറ്റില്ല. പിന്നെ അവർ താമസിക്കുന്നത് ബന്ധു വീട്ടിലാണ്. അങ്ങനത്തെ ഒരു അവസരത്തിൽ അവരുടെ പരിസരത്തിൽ തന്നെ ഇവിടുത്തെ എല്ലാവരുടെയും സഹായ സഹകരണത്തോടെ വീടുകളിൽ 3-4 വീടൊക്കെ കണ്ട് അവർക്കെല്ലാം കാണിച്ച് അവർക്കൊരു വീട് ഇഷ്ടപ്പെട്ട് ആ വീട്ടിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ആസ്പെഡോ സീറ്റ്സൊക്കെ മാറ്റി അലുമിനിയം സീറ്റിട്ട് ചില്ലറ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ട് കൈയോടെ അവർക്ക് ഏൽപ്പിക്കണം. അവിടുത്തെ ഉരുവൂപ്പനാണ്. സന്തോഷമായോ? സന്തോഷമായി. ഇവർക്ക് വേണ്ടി കൂടുതൽ സജീവമായി നിന്നത് സന്തോഷമുള്ളവരാ. എന്താ അവരുടെ അവസ്ഥ? കുടുംബത്തിന്റെ അവരുടെ അവസ്ഥ വളരെ മോശമായ അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ സഹായിക്കാൻ എത്തിയ ജെയിൻ ഫൗണ്ടേഷൻ എന്ന ഈ സാമൂഹിക പ്രവർത്തകന് ഇത്രയും കൂട്ടായ്മയോട് വലിയ സന്തോഷം തന്നെയാണ്. അപ്പം ഈ ഒരു വാർത്തയ്ക്ക് ഭാഗമാകാൻ സാധിക്കുക, ഒരു കുടുംബത്തിനെ ഒരു ജീവിതത്തിലേക്ക് നയിക്കാൻ സാധിക്കുകയും ചെയ്തത് മാതൃഭൂമി ന്യൂസിന്റെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്കും വലിയ സന്തോഷമുണ്ട്. ക്യാമറമാൻ ഷാനാസ് പരിദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.